Once again, welcome to Rhombus classes. Today we will discuss free body diagram. We have studied how to apply Newton's law in a single body, like point body. So a point object, consider a point object of mass m in which a force F is applied. Thereby the body is getting accelerated. Then you can apply F is equal to ma. And the direction of force will be in the direction of acceleration. Now, how can we apply this Newton's second law or Newton's third law or Newton's laws of motion in a system of particles, a collection of particles? That means a system consists of more than one object or one body. അപ്പോൾ അവിടെ നമുക്ക് ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ ഓബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പാർട്ടുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സുകൾ മനസ്സിലാക്കി അതിനെ അവിടെ ഓരോ ഇൻഡിവിജ്വൽ ബോഡിയിൽ നമ്മൾ ഫിസിക്കൽ എം എ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒരു ചരടിൻ്റെ ഒരു എൻഡ് ഒരു ഫിക്സഡ് സപ്പോർട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. മറ്റേ എൻഡിൽ ഒരു മാസ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ മാസ് വീണ്ടും ഫെർദർ ഒരു സ്ട്രിങ് വഴി മറ്റൊരു മാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ഇതൊരു സിംഗിൾ ബോഡി സിസ്റ്റം അല്ല, ഇതൊരു ടു ബോഡി സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ സ്ട്രിങ്ങിലും ആക്ട് ചെയ്യുന്ന ടെൻഷൻ്റെ വാല്യൂ എത്ര? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഒരു സിമ്പിൾ കേസ് എന്ന് പറയുന്നത് എ ബോയ് who carries a load on his head like this. He carries a load on his head like this. Right? He is standing on a floor. ഈ ബോയുടെ മാസ് സേ ക്യാപിറ്റൽ എം, ഈ ലോഡിന്റെ മാസ് സേ സ്മോൾ എം ആണ്. ഇവിടെ നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടി ഓരോ ഓബ്ജക്റ്റുകളെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എടുക്കും. അത് നമുക്ക് ഈ മാസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ മാസിനെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ മാസ് അതിന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും, എം ജി. ഈ എം ജി താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡി ഇരിക്കുന്നത് ഇയാളുടെ തലയുടെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് താഴേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹെഡ് മോളിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്നാണ്. അപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുന്ന ആക്ഷൻ അതിൻ്റെ നോർമൽ റിയാക്ഷനാണ് എൽ എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് എം ജി മൂലം ഉണ്ടാകുന്നതാണ്. അപ്പം ഈ ആക്ഷൻ റിയാക്ഷൻ ഇതിനെ വേണമെങ്കിൽ എൻ പ്രൈം എന്ന് ഞാൻ വിളിക്കുന്നു. ഈ ആക്ഷൻ റിയാക്ഷൻ പെയറുകൾ ഇലക്ട്രിക്കൽ ഇൻട്രാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. അതായത് ഇവിടുത്തെ ഈ സർഫസിലെ മോളിക്യൂൾസും ഹെഡിന്റെ മേലുള്ള സർഫസിലെ മോളിക്യൂൾസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ് ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, ഇതിങ്ങനെ ചേർന്നിരിക്കുന്ന വഴി, ഈ ഒരു ഓബ്ജക്റ്റ് ഈ സർഫസായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ് ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറയുന്നത്. പക്ഷെ എം ജി അങ്ങനെയല്ല. ഈ സർഫസ് ഇല്ല എങ്കിലും എം ജി അവിടെ ഉണ്ട്. അപ്പൊ എം ജിയുടെ റിയാക്ഷൻ അല്ല ഈ എൻ എന്ന് പറയുന്നത്. എം ജിയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എം ജി എന്നത് എർത്ത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കണം? ഈ ബോഡി എർത്തിൽ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ തേർഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം ജിയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എർത്തിന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അല്ലാതെ ഇത് രണ്ടിനെയും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ക്ലിയർ? അപ്പോൾ ഈ സർഫസ് ഇതിനെ താങ്ങി നിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ ഉണ്ടാകുന്നത്. ക്ലിയർ? ഈ സർഫസ് ഇല്ല എങ്കിലും എന്തുണ്ടായിരിക്കും? എം ജി എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ തല ലോഡിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്
അതിന് നമ്മൾ ഞാൻ N1 N1 എന്ന് വിളിക്കുന്നു. N1 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ദിസ് മാസ് എലോൺ. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബോയ്. അപ്പോൾ ബോയിയെയും ഇതുപോലെ തന്നെ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കണക്കായി കഴിഞ്ഞാൽ ഈ ബോയിയുടെ മേളിൽ എർത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ M ഇൻറ്റു ജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർഫസ് ഇല്ല എങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഏക ഫോഴ്സ് mg ആണ്. ഈ സർഫസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ ഈ ബോയിയുടെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? സേ N2 എന്ന് വിളിക്കുന്നു. സേ N2 എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഇനി വേറെന്താണുള്ളത്? ഈ ബോയിയുടെ തലയുടെ മേളിലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയുടെ മേളിലായിട്ട് ലോഡ് ഇരിക്കുന്നു. അപ്പം ഇത് താഴേക്ക് അമർത്തുമ്പോൾ തിരിച്ച് ഇതിന്റെ മേലെ കൊടുത്തതാണ് ഞാൻ ഇവിടെ നിന്ന് എഴുതിയ എണ്ണം എഴുതിയത്. ഇത് രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ എണ്ണണിന് ഈക്വലന്റ് ആയിട്ട് തലയുടെ മേളിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ക്ലിയർ? ആ തലയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടെ ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടി വരും. അതെന്ന് പറയുന്നത് എണ്ണണിന് തുല്യമായിരിക്കും ഇൻ ദ റിവേഴ്സ് ഡയറക്ഷനിൽ നിന്ന് മാത്രം. അതിന് വേണമെങ്കിൽ ഞാൻ N1 പ്രൈം എന്ന് കൊടുക്കാം. N1 മുകളിലോട്ട്, N1 പ്രൈം താഴോട്ട്. ഇത് ആക്ഷൻ, ഇത് റിയാക്ഷൻ. ഇത്രയും ഫോഴ്സുകളാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇവിടെ നമ്മൾ ഈ മാസും ഈ ബോയും റെസ്റ്റിലാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ന്യൂട്ടൺ സെക്കൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ Fx 0, എക്സ് ഡയറക്ഷനിൽ മൂവ്മെന്റ് ഇല്ല. സിഗ്മ Fy 0. എക്സ് ഡയറക്ഷനിൽ ഫോഴ്സേ ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള ഫോഴ്സുകൾ എന്തൊക്കെയാണ്? N1 മൈനസ് mg ഈക്വൽ ടു 0 ഓർ N1 ന്റെ വാല്യൂ ഈക്വൽ ടു mg. ഓക്കെ, N1 എന്ന് പറയുന്നത് ഈ മാസിന്റെ മേളില് ഈ ബോയ് എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ N1 ഈക്വൽ ടു mg. അത് വെയിറ്റിന് തുല്യമാവും. ഇനി അതേപോലെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ സിഗ്മ Fx ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ Fy ഈക്വൽ ടു 0. Fy എന്തൊക്കെയാണ്? താഴോട്ട് ആക്ട് ചെയ്യുന്നത്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് കൊടുക്കുന്നു N2 മൈനസ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ M സ്മോൾ g മൈനസ് N1 പ്രൈം ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ N2 ഈക്വൽ ടു mg പ്ലസ് N1 പ്രൈം. പ്ലീസ് കീപ് ഇൻ മൈൻഡ് N1 പ്രൈം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് വൈസ് N1 പ്രൈം ഈസ് സെയിം ആസ് N1. അപ്പൊ ഇവിടെ നമുക്ക് N1 പ്രൈമിന് പകരം എന്ത് കൊടുക്കാം? ഈ സ്മോൾ mg കൊടുക്കുന്നത് തെറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ mg പ്ലസ് സ്മോൾ mg or which is equal to capital M plus small m into g. Clear? Capital M plus small m into g. That is N2. N2 is the reaction. കാൽപാദങ്ങൾ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, കാൽപാദങ്ങൾ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. ഈ ബോയും മാസും കൂടെ ചേർന്ന് ഒരു ഓബ്ജക്റ്റ്. ഓക്കെ, അതിന്റെ മാസ് എന്തായിരിക്കും? സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. ഓക്കെ, ഇതിപ്പോ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ക്യാപിറ്റൽ എം ഇൻറ്റു. ഓക്കെ, അപ്പൊ അതിന് നോർമൽ റിയാക്ഷൻ അതിനെയാണല്ലോ നമ്മൾ N2 എന്ന് വിളിക്കുന്നത്. സോ അതിനെ ഞാൻ N2 എന്ന് വിളിക്കുന്നു. ആ N2 എന്തിനു തുല്യമായിരിക്കും? ഈക്വൽ ടു ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു ജിക്ക് തുല്യമായിരിക്കും. എന്നെ ഇവിടെ കിട്ടിയിരിക്കും. അപ്പൊ ഈ N2 എന്ന് പറയുന്നത് ഈ ലോഡും ബോയും കൂടെ ചേർന്ന് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഫ്ലോർ ഈ മൊത്തം സിസ്റ്റത്തിൽ എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് ഓർ നോർമൽ റിയാക്ഷൻ, അതാണ് N2 എന്ന് പറയുന്നത്. ക്ലിയർ?
Now we will consider another example. A body which is on a frictionless surface. So we don't consider friction here. A boy pulls this body with a force F. Thereby, a tension is developed in the string. Let the tension be, say, T. The angle between the tension and the horizontal is, say, theta. And the mass of the object to be, say, small. The body moves with an acceleration, say, A in horizontal direction. So, applying free body diagram here. So, this is the point object whose mass is, say, M. What are the forces acting on it? mg acting on the body. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള്, അപ്പോൾ സർഫസ് ഒരു റിയാക്ഷൻ മോളിലോട്ട് ആക്ട് ചെയ്യുന്നു. ആ നോർമൽ റിയാക്ഷൻ ഞാൻ എന്നു വിളിക്കുന്നു. വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ഫോഴ്സുകളും വിളിക്കുന്നു. ഇനി ഈ ടെൻഷൻ ടിക്ക് രണ്ട് കമ്പോണന്റ് ആയിരിക്കും. ഒരു ഹൊറിസോണൽ കമ്പോണന്റ് ഇങ്ങനെ, ഓക്കെ, വേറൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഇങ്ങനെ. അപ്പൊ ആ ഹൊറിസോണൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടിയുടേത് ടി കോസ് തീറ്റ. ടി കോസ് തീറ്റ ഇൻ ദ ഹൊറിസോണൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി ടി സൈൻ തീറ്റ. ടി സൈൻ തീറ്റ. Clear? Now it is the body is moving in the rightward direction. Okay, body is moving in the rightward direction. Now I want to find out what is the tension of the string. What is the tension of the string? How to find the tension of the string? See, I am considering this horizontal motion of this object. Then, according to Newton's second law, sigma f x equal to ma, because there is an acceleration in the rightward direction. What are the forces in the x direction? Only t cos theta is there. Therefore, I can write t into cos theta equal to m into a. Now, what is t? Tension in the string is equal to mass of the body into acceleration of the body divided by cos theta. See, this is the tension. Because the acceleration illa engil tension illa. Tension illa ennu paranju kayal you are not applying the force ennu artham. Force apply ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫ്രിക്ഷൻലെസ് ആണെങ്കിൽ എത്ര ചെറിയ ഫോഴ്സ് ആയാലും ശരി തന്നെ ഈ ബോഡി മൂവ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഫർദർ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. ഈ മോഷൻ എഗൻസ്റ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ഫോർവേഡ് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് എടുക്കാൻ നേരത്തെ ടി കോസ് തീറ്റ മാത്രം എടുത്താൽ പോരാ, ടി കോസ് തീറ്റ മൈനസ് എഫ് ആർ കൂടെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ടി ഈക്വൽ ടു എം എ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ദാറ്റ് ഈസ് എ ടെൻഷൻ. നെക്സ്റ്റ് നമുക്ക് ഈ നോർമൽ റിയാക്ഷന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എ നോർമൽ റിയാക്ഷൻ ഇൻ ദിസ് കേസ്? ഞാൻ നേരത്തെ സംസാരിച്ചു, ഒരു സർഫസിന്റെ മേളില് ഒരു ബോഡി ഇരിക്കുകയാണ് എങ്കിൽ റെസ്റ്റിലാണെങ്കിൽ ഈ എം ജിക്ക് തുല്യമായിരിക്കും നോർമൽ റിയാക്ഷൻ. എന്നും എം ജിയും തുല്യമായിരിക്കും. ഇത് എല്ലായ്പ്പോഴും ഹോൾഡ് ഗുഡ് അല്ല എന്നാണ് ഇനി ഞാൻ എടുത്തത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. റെസ്റ്റിലാണെങ്കിൽ ഈക്വൽ ടു എം ജി. ഇതിപ്പോ മൂവ് ചെയ്യുന്ന കേസാണ്. ഈ സമയത്ത് ഈ ഞാൻ അതുവഴി ഞാൻ ഒരു കാര്യം കൂടെ സ്ഥാപിക്കുകയാണ്. ഈ എം ജി എന്ന് പറയുന്ന ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ല എന്നുള്ളതാണ്. ആക്ഷൻ റിയാക്ഷൻ പെയറിൽ ഒരു കണ്ടീഷൻ തന്നെ ആക്ഷന്റെ മാഗ്നിറ്റ്യൂഡും റിയാക്ഷന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ കേസിൽ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും നോർമൽ റിയാക്ഷൻ എം ജിയും തുല്യമാണ്, ഓപ്പോസിറ്റ് ആണ്, ഇത് രണ്ട് ആക്ഷൻ റിയാക്ഷൻ പെയർസ് ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ റിയാക്ഷൻ പെയർ അല്ല എന്ന്. കാരണം ഇവിടെ നമ്മളിപ്പോ കാണും
എം ജി താഴോട്ട് ആക്ട് ചെയ്യുന്നെങ്കിലും നോർമൽ റിയാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എം ജിക്ക് തുല്യമായിരിക്കത്തില്ല, ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ല. ആക്ഷൻ റിയാക്ഷൻ പെയർ ആയിരുന്നെങ്കിൽ അത് രണ്ടും തുല്യമാകണമായിരുന്നു. ക്ലിയർ? മാത്രമല്ല ആക്ഷൻ റിയാക്ഷൻ പെയർ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ഓബ്ജക്ട്സിലായിരിക്കും. ഇവിടെ നോക്കൂ, ഈ എൻ ആക്ട് ചെയ്യുന്നതും എം ജി ആക്ട് ചെയ്യുന്നതും ഒരേ ഓബ്ജക്റ്റിലാണ്. അപ്പൊ അതിൽ തന്നെ അറിയാം ആക്ഷൻ റിയാക്ഷൻ പെയറുകളല്ല എന്നുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിയാക്ഷൻ ആക്ട് ചെയ്യേണ്ടത് എർത്തിലായിരിക്കണം, മുകളിലോട്ടായിരിക്കണം. അതാണ് ആക്ഷൻ റിയാക്ഷൻ പെയർ. പക്ഷെ ഇവിടെ എന്നും എം ജിയും ഈക്വലോ ഓപ്പോസിറ്റ് ആണെങ്കിലും ദേ ആർ നോട്ട് ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, നെക്സ്റ്റ്. So vertically sigma f y equal to 0. ഈ ബോഡി എങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ ഡയറക്ഷൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, മുകളിലോട്ട് മൂവ് ചെയ്യുന്നില്ല, താഴോട്ട് മൂവ് ചെയ്യുന്നില്ല. Our resultant force on the body is along the y direction is 0. So t sin theta plus n equal minus താഴോട്ടുള്ളതിനെ ഞാൻ എം ജി നൽകുന്നു, എം ജി ഈക്വൽ ടു 0. ക്ലിയർ? ടിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എം എ ബൈ കോസ് തീറ്റ. സോ ടിക്ക് പകരം എം എ ഇൻറ്റു അല്ലെങ്കിൽ എം എ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് എൻ മൈനസ് എം ജി ഈക്വൽ ടു 0. Sin theta by cos theta is tan theta. Therefore, n ആണ് വേണ്ടത്. Therefore, n is equal to mg minus m a tan theta. Okay, n is equal to mg. Therefore, minus sign m a tan theta. So, n equal to m into g minus tan theta. A tan theta. See, റെസ്റ്റിലാണെങ്കിൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എം ജി ആയിരിക്കും. എം ജി ഇവിടെ നോക്കൂ, നോർമൽ റിയാക്ഷൻ ഈസ് എം ജി അല്ല, അതിനേക്കാൾ കുറവാണ്, എം ജി മൈനസ് എം എ ടാൻ തീറ്റ ഓർ എം ഇൻറ്റു ജി മൈനസ് എ ടാൻ തീറ്റ. ഓക്കെ, താങ്ക് യു. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.